പോയിക്കായിരുന്നു. അഭിച്ചേട്ടനും അതിൽ ചേച്ചിയൊക്കെ ഉണ്ടായിരുന്നു. കാരണം എനിക്ക് വലിയ വ്ളോഗൊന്നും ഞങ്ങൾ ജസ്റ്റ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് പോകാൻ പ്ലാൻ ചെയ്തത് കഴിക്കാനൊക്കെ. അപ്പം അങ്ങനെ ഉച്ചയ്ക്കൊക്കെ അങ്ങനെ സമയം പോയി. നല്ല സൗണ്ട് ഉണ്ടാവും വണ്ടിയുടെ കേട്ടോ. എത്രത്തോളം നിങ്ങൾക്ക് എൻ്റെ സൗണ്ട് കേൾക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ ഞങ്ങൾ എന്തായാലും കേക്ക് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. വലിയ സ്പെഷ്യലായിട്ട് വലിയ പരിപാടിയൊന്നും ഇല്ല കേട്ടോ. അതായിട്ട് ഞങ്ങൾ ഇന്നലെ എടുത്ത ഡ്രസ്സ് കൊള്ളുമോ കൊള്ളുമല്ല ഭംഗിയുണ്ട്. വൈത്തിരിക്ക് പോയ വീഡിയോ ഇട്ടപ്പോൾ എല്ലാവരും ചോദിച്ചിട്ടുണ്ട് ഈ വീഡിയോയിൽ പകുതിയൊക്കെ സൗണ്ട് സ്റ്റക്കാണ്, സൗണ്ട് കേൾക്കുന്നില്ല എന്ന്. ഞാൻ ഭയങ്കരമായിട്ട് എഡിറ്റ് ചെയ്തതാണ് ഗൈസ്. എഡിറ്റ് ചെയ്തപ്പോൾ കോപ്പിറൈറ്റ് ഫ്രീ മ്യൂസിക്കാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ അത് ഇട്ടപ്പോഴും എനിക്ക് കോപ്പിറൈറ്റ് കിട്ടി. അങ്ങനെ ഞാൻ വേഗം തന്നെ ആ ഭാഗങ്ങൾ മ്യൂട്ട് ചെയ്ത കാരണം കേട്ടോ നിങ്ങൾക്ക് ആ ഭാഗത്തെ സൗണ്ടൊന്നും കേൾക്കാത്തത്. ഇതിലും അത് ഞാൻ എഡിറ്റ് ചെയ്യുമ്പോൾ കുറേ ഭാഗത്ത് ഇങ്ങനെ മ്യൂസിക് കയറ്റിയിട്ടുണ്ടായിരുന്നു. അത് കാരണം കോപ്പിറൈറ്റ് കിട്ടിയ കാരണം പിന്നെ ഞാൻ ഇതിലൊക്കെ ഡിലീറ്റ് ചെയ്തിട്ട് പിന്നെ വോയിസ് ഓവർ കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മളിതേ ഇവിടേക്ക് എത്തിയിട്ടോ കേക്ക് വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. വേറെ സൈഡിലായിരുന്നു കേക്കൊക്കെ, സൈഡിലായിരുന്നു. നമ്മൾ പൂവാട്ടുപറമ്പുള്ള തൂബ ബേക്കറിക്കാട്ടോ വന്നേക്കുന്നത്. നമ്മൾ ഒട്ടുമിക്ക കേക്ക് ഇവിടെ തന്നെയാണ് വാങ്ങിക്കാറ്. കാരണം ഇവിടെ അടിപൊളിയാണ് കേട്ടോ. നമുക്ക് എപ്പോൾ വന്ന് ചോദിച്ചാലും എപ്പോഴും കേക്ക് ഉണ്ടാവും. നമ്മൾ കുറേ സ്ഥലത്ത് പോയിട്ട് കേക്ക് കിട്ടാതെ നടന്നിട്ടുള്ള കുറേ അനുഭവം എനിക്കുണ്ട് കേട്ടോ. ഇപ്പോൾ ഞങ്ങൾ ഇന്ന് രാവിലെ തന്നെ നമ്മൾ വേറെ കുറേ കടകളിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. പുറത്ത് പോയപ്പോൾ അവിടെ ഒന്നും നമ്മൾ ഉദ്ദേശിക്കണ കേക്ക് പറയുമ്പോൾ തന്നെ കിട്ടില്ല. നമ്മൾ മുന്നേ ഓർഡർ കൊടുക്കണം, അങ്ങനെയൊക്കെയുള്ള കുറേ ചടങ്ങ് പരിപാടികളുണ്ട്. പക്ഷെ ഇവിടെ വന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ളത് പറഞ്ഞു കൊടുത്ത് അവരൊരു 10-15 മിനിറ്റിൻ്റെ ഉള്ളിൽ അത് സെറ്റ് ചെയ്ത് തരുന്നുണ്ട്. ഈ ചേട്ടന്മാരൊക്കെ ഇതങ്ങനെ ഫുൾ ടൈം വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഏത് തരം കേക്കാണ് വേണ്ടതെന്നൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കായിരുന്നു. പ്രത്യേകിച്ച് ഞങ്ങൾക്കൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല കേട്ടോ ഇന്ന കേക്ക് വേണമെന്നൊന്നും. നമ്മൾക്ക് കാണാൻ കുറച്ച് നല്ല രസമുള്ളൊരു കേക്ക് അങ്ങനെ മാത്രമേ ഞാനും വിചാരിച്ചിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ഇവരൊരു 10-15 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് കേക്ക് സെറ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ എന്തായാലും എന്തെങ്കിലും കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് അവിടെ തന്നെ നമ്മളെന്താ ഷെയ്ക്കും അതുപോലെ എന്തൊക്കെ സംഭവങ്ങൾ വാങ്ങിച്ചു. ഞാൻ ചിക്കു ഷേക്ക് കേട്ടോ. എനിക്കിപ്പോൾ ചിക്കു ഷേക്ക് ഭയങ്കര ഇഷ്ടമാണ്. എപ്പോൾ എവിടെ പോയാലും ഇത് തന്നെയാണ് ഞാൻ വാങ്ങിച്ച് കഴിക്കാറ് കേട്ടോ. ആദർശമായിട്ട് ഇത് കാരക്കയെന്ന് വെച്ചാൽ ഇവിടെ കാരക്കയെന്ന് പറയാം, നമ്മുടെ അവിടെ ഈത്തപ്പഴം എന്നാട്ടോ പറയാം. ഈത്തപ്പഴത്തിൻ്റെ ഷേക്കും വാങ്ങിച്ചു കേട്ടോ. നമ്മളിത് ഷേക്ക് കുടിച്ച് വരുമ്പോഴേക്കും ഇതേ കേക്ക് ആ ചേട്ടൻ സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കണ്ടോ ഇത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയിൽ നല്ല അടിപൊളിയായിട്ട് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫുഡ് വാങ്ങിക്കണം. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട്. അപ്പോൾ നമ്മൾ ഇനി ഫുഡ് വാങ്ങിക്കുമ്പോൾ ഇവിടെ ഭയങ്കര ബഹളാവും കേട്ടോ. വണ്ടികളുടെ സൗണ്ട് ഭയങ്കരമായിട്ടുണ്ടാവും. അപ്പോൾ നമുക്കിനി രാത്രിത്തേക്കുള്ള ഫുഡ് വാങ്ങിക്കണം. അപ്പോൾ അതിന് വേണ്ടി പോവാം. പിന്നെ ഞങ്ങളുടെ ബൈക്കിൻ്റെ മുകളിലുണ്ടോ ഇവിടെ ഒരു പിടുത്തമില്ല. അപ്പോൾ ഈ സമയം ഞാൻ വീഴാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ അതും കൂടി നോക്കാൻ വേണ്ടിയിട്ട് പോകണം. നമ്മൾ പോയ കാര്യം നടന്നില്ല ഗൈസ്. ഇവിടുന്ന് നമുക്ക് ആ സംഭവം കിട്ടിയില്ല. നമ്മൾ കുറേ അത് അന്വേഷിച്ച് നടക്കുന്നു. ഫ്ലിപ്കാർട്ടിലൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിങ്ങനെ വില ഉണ്ടാവുമോ എന്നുള്ളൊരു ഡൗട്ടിലായ കാരണം നമ്മളത് ഓർഡർ ചെയ്തില്ല. നമ്മളപ്പോൾ ഷോപ്പിൽ ഞാൻ പോയി വാങ്ങിക്കാൻ വിചാരിച്ചു. കുറേ ഷോപ്പിൽ നോക്കി, പക്ഷെ അതൊന്നും കിട്ടിയില്ല. പിന്നെ നമ്മൾ തിരിച്ച് പോവാണ് കേട്ടോ. പിന്നെ ഇത് നമുക്ക് ഫുഡ് വാങ്ങിക്കാണ്ടായിരുന്നു. അങ്ങനെ ഫുഡ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറ്റിക്കാട്ടൂരുള്ള നമ്മൾ ഇടയ്ക്ക് പോകാറുണ്ട്. ഇവിടെ അടിപൊളിയാട്ടോ ഫുഡൊക്കെ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടുത്തെ ഫുഡ്. അപ്പോൾ ഇവിടുന്ന് എന്തായാലും ഫുഡ് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ നമുക്ക് ആർക്കും ഇപ്പോൾ ഒന്നും കഴിക്കാനുള്ളൊരു മൂഡില്ല. എന്ന് വെച്ചാൽ മന്തി, പണ്ടൊക്കെ മന്തി എന്ന് വെച്ചാൽ പായും. പക്ഷെ ഇപ്പോൾ
കഴിക്കാനുള്ളൊരു ഒന്നിനോടൊരു ഇൻട്രസ്റ്റ് ഇല്ല. അപ്പോൾ പിന്നെ രാത്രി ആകുമ്പോൾ വിശപ്പും ഇല്ല. അപ്പോൾ നമ്മളെന്തായാലും ഒരു കുബ്ബൂസും അൽഫാമും വെക്കാം. എനിക്ക് കുബ്ബൂസും അൽഫാമും മതി എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആദർശേട്ടൻ 2 പൊറോട്ടയൊക്കെ വാങ്ങിച്ചു കേട്ടോ. അങ്ങനെ നമ്മളിതേ ആദർശേട്ടൻ എന്തായാലും വാങ്ങിക്കുമ്പോൾ ഞാനിതിവിടെ പോസ്റ്റ് അടിച്ചിങ്ങനെ നിൽക്കാം കേട്ടോ. പിന്നെ ഇതാ നമ്മൾ സംഭവങ്ങളൊക്കെ വാങ്ങിച്ച് ഇറങ്ങിയിട്ടാണ്. ഗൈസ് നമുക്ക് ഫുഡൊക്കെ കിട്ടിയെങ്കിൽ നമ്മൾ തിരിച്ച് പോകാൻ കേട്ടോ. ആൾക്കാർ നോക്കണമെങ്കിൽ ഞാൻ ഈ മൈൻഡ് ചെയ്യില്ല ഗൈസ്. അമ്മ കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ കേക്ക് കട്ട് ചെയ്യുള്ളൂ. അമ്മയ്ക്ക് ഡാൻസ് പ്രാക്ടീസൊക്കെ ഉണ്ടാവും. ഫുഡ് വാങ്ങിച്ചിട്ട് ഇറങ്ങുമ്പോഴേക്കും റീനമ്മ വിളിച്ചിട്ടുണ്ടായി ഇവിടെ തന്നെ നിൽക്കാൻ പറഞ്ഞിട്ട്. അപ്പോൾ എനിക്ക് അമ്മ കാരണം നമ്മൾ 3 പേരും കൂടിയിട്ട് ബൈക്കുമ്പോൾ പോവാറുണ്ട്. പക്ഷെ ഇങ്ങനെ മെയിൻ റോഡിൽ കൂടി ഒന്നും പോകാറില്ല, കാറിൽ തന്നെയാണ് പോവാറ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ പോവാന്നൊക്കെ. അപ്പോൾ അമ്മ ഡ്രസ്സ് വാങ്ങിച്ചു തരാൻ വേണ്ടിയിട്ട് അമ്മ ട്രെൻഡ്സിൻ്റെ അവിടെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴേക്കും ഞങ്ങൾ ഫുഡൊക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങൾ ഇവിടേക്ക് എത്തി. പിന്നെ നമ്മളവിടെ നിന്ന് കുറേ ഇങ്ങനെ ടോപ്സൊക്കെ ഇങ്ങനെ നോക്കി, ടോപ്പും ആദർശ ഷർട്ടും പിന്നെ ഞാനമ്മ കുറേ ടോപ്പുകൾ നോക്കിയിട്ടാകും. നല്ല കളക്ഷനൊക്കെ ഉണ്ട്. പക്ഷേ എനിക്കുണ്ടല്ലോ എനിക്ക് എല്ലാ ഡ്രസ്സും ഇഷ്ടപ്പെടില്ല. എനിക്ക് ചില ഡ്രസ്സുകൾ മാത്രമേ ഇഷ്ടപ്പെടുള്ളൂ. കാരണം എനിക്ക് കൂടുതൽ എൻ്റെ കംഫർട്ടാണ് എനിക്ക് ഏറ്റവും ഒരു ഇത് കേട്ടോ. അപ്പോൾ ആദർശമായിട്ട് ഇത് അമ്മേനെ കഴുത്തൊക്കെ പിടിച്ചിട്ട് വെറുതെ ഇങ്ങനെ ഓരോന്ന് അമ്മേനെ ചൊറിയാണ് പിന്നാലെ നടന്നിട്ട്. അപ്പം അമ്മയ്ക്ക് ഓരോ ടോപ്പ് സെലക്ട് ചെയ്ത് തരാം കേട്ടോ. പക്ഷേ ഈ ടോപ്പിന് കുഞ്ഞ് കൈയായിരുന്നു. ഇത് ഞാൻ ഇപ്പോൾ നന്നായി വണ്ണം വെച്ച കാരണം എനിക്കൊരു ഡ്രസ്സും എനിക്കൊരു കോൺഫിഡൻസും ഇല്ല ഗൈസ്. പുറത്തേക്ക് പോകാനോ ഒന്നിനും എനിക്കൊരു താല്പര്യമില്ല. പിന്നെന്താ ആകെ ഒരു ചടച്ച മട്ടാണ്. ഇനി ജിമ്മിൽ പോയി തുടങ്ങണം. അപ്പോൾ നിങ്ങൾ വിചാരിക്കും അവളിങ്ങനെ ഫുഡ് അടിച്ചിട്ടൊക്കെ നടക്കാച്ചെങ്കിൽ എങ്ങനെയാണ് തടി കുറയാന്ന്. പക്ഷേ ഉണ്ടല്ലോ നമുക്കൊരു മൈൻഡ് സെറ്റ് വരുന്നില്ല. തടി കുറയ്ക്കണം എന്നൊക്കെ നന്നായിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ഓരോരോ ഇപ്പോൾ ജിമ്മിൽ പോയി തുടങ്ങിയെച്ചെങ്കിൽ പിന്നെ പിറ്റേ ദിവസം തൃശ്ശൂർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ആവശ്യത്തിന് പോകേണ്ടി വരും. പിന്നെ വിഷു അങ്ങനെ എല്ലാം നമുക്കിങ്ങനെ സ്റ്റോപ്പായിട്ട് പോവുകയാണ്. കണ്ടിന്യൂ ആയിട്ട് ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ മൈൻഡ് ഓൾറെഡി ആകെ കട്ടായിട്ട് എടുക്കുക. വെറുതെ ഇങ്ങനെ ഓരോന്നിങ്ങനെ കാണിച്ചു കൊടുക്കുക നടക്കുന്നതെന്നല്ലാതെ നമ്മൾ മൈൻഡ് ഇപ്പോഴും സെറ്റായിട്ടില്ല നമ്മുടെ സത്യം പറയച്ചെങ്കിൽ. അപ്പോൾ നമുക്കിനി സെറ്റ് ആവണം ഗൈസ്. എനിക്ക് തടി വെച്ച കാരണം ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് പുറത്തേക്ക് ഇറങ്ങാനും. എൻ്റെ ഒരു ഡ്രസ്സ് എനിക്ക് കൊള്ളില്ല. ഒക്കെ ചളപ്പളാച്ചായിട്ടുള്ള ഡ്രസ്സുകളാണ്. ഓൾറെഡി മുന്നിക്ക് അങ്ങനത്തെയാണ് ഇഷ്ടം. പക്ഷേ ഇപ്പോൾ എന്താ പറയുക ലൂസുള്ള ഡ്രസ്സും കൂടി ഇടുമ്പോഴേ ഭയങ്കരമായിട്ട് തടി തോന്നിക്കുക. തടി ഉണ്ട് കേട്ടോ, നല്ല വെയിറ്റ് ഉണ്ട്. ഞാനിപ്പോൾ അതൊക്കെ സെറ്റാക്കണം. പക്ഷെ കുറയ്ക്കും ഞാൻ. പിന്നെ അമ്മ ഇതാ ലെഗിങ്സും അതൊക്കെ തന്നെ നോക്കുകയാണ് കേട്ടോ. പിന്നെ ആദർശേട്ടനും നോക്കണം നമുക്കിനി. റീസെൻ്റ്ലി ഞാനൊരു ബ്ലാക്കും വൈറ്റും ആയിട്ടുള്ളൊരു ഡ്രസ്സ് ഇട്ടില്ല. അതിൻ്റെ ലിങ്ക് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇതേ ട്രെൻഡ്സിൽ നിന്ന് എടുത്ത ടോപ്പായിരുന്നു കേട്ടോ. അത് കാരണം അതിൻ്റെ ലിങ്കൊന്നും കിട്ടാനൊരു വഴിയില്ല ഗൈസ്. അങ്ങനെ എനിക്ക് ഡ്രസ്സ് സെറ്റായി. ഇനി നമ്മൾ ആദർശേട്ടനെ നോക്കാം. അപ്പോൾ ആദർശേട്ടന് ടീഷർട്ട് മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിട്ടോ. അപ്പോൾ ഈ ഒരു ടീഷർട്ടാണ് ആദർശേട്ടൻ പിടിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ രസമുണ്ട്. പക്ഷെ അമ്മയ്ക്കും അങ്ങനെ അധികം സെറ്റായിട്ട് തോന്നിയില്ല. അപ്പം പിന്നെ ഒരു ബ്ലാക്ക് ടീഷർട്ട് ഇട്ടു. ആദർശമായിട്ട് ഇട്ട് നോക്കിയപ്പോൾ ആദർശേട്ടന് സെറ്റായിട്ട് തോന്നി. എനിക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ. അങ്ങനെ നമ്മൾ ഈ ഒരു ഡ്രസ്സ് സെലക്ട് ചെയ്തു. അപ്പോൾ നമുക്ക് 2 പേർക്കും മാച്ചിന് ഇടാലോ. നമുക്ക് ഡ്രസ്സ് സെറ്റായെങ്കിലും കൂടി നമ്മൾ വീണ്ടും അവിടെ ഇങ്ങനെ എല്ലാതും എടുത്തു നോക്കി കേട്ടോ. കാരണം ഇതിനേക്കാളും ബെറ്ററായിട്ട് വല്ല ഓപ്ഷൻ ഉണ്ടല്ലോ ഇതും കിട്ടാനുണ്ടോയെന്ന്. ഇത് എനിക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. എന്നാലും നമ്മൾ ജസ്റ്റ് ഇങ്ങനെ വന്നതല്ലേ എല്ലാം നോക്കാമെന്ന്. അപ്പോൾ അമ്മയ്ക്ക് വെച്ചാൽ ആദർശേട്ടന് ട്രൗസർ വാങ്ങിക്കണം. അപ്പോൾ ആദർശേട്ടൻ പറയണ്ട ആദർശേട്ടന് ഇപ്പോൾ വേണ്ട എന്നൊക്കെ. എന്നിട്ട് നമ്മൾ വെറുതെ ഇത് അവിടെ നിന്നൊക്കെ ഇങ്ങനെ എടുത്ത് നോക്കി. അത്യാവശ്യം നല്ല റേറ്റൊക്കെ ഉണ്ട്. എന്ന് വെച്ചാൽ നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. അടിപൊളി തന്നെയാണ്. പിന്നെ ഇതാ നമ്മളിതിങ്ങനെ ഓരോന്നൊക്കെ എടുത്ത് നോക്കുക തന്നെയായിരുന്നു കേട്ടോ. വേറെ ടീഷർട്ടും കാര്യങ്ങളൊക്കെ. പെർഫ്യൂം കണ്ടാൽ പിന്നെ ഞാനായാലും അത് അമ്മയത് അതൊന്നും ആ സൈഡിലേക്കും നമ്മുടെ കണ്ണു പോവും. എടുത്ത് നോക്കും. പക്ഷേ എനിക്കധികം അത് സെറ്റായിട്ട് തോന്നിയില്ല കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. പക്ഷെ നമ്മൾ ബൈക്കിലാണ് വന്നേക്കുന്നത്. കാരണം നമുക്ക് 3 പേർക്കും പോകാൻ പറ്റില്ല. അപ്പോൾ അമ്മ ഇവിടെ നിന്ന് ബസ് കയറിയിട്ട് ചെറുപ്പയിൽ വന്ന് നിൽക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എപ്പോഴേക്കും എന്നെ അവിടെ ചെറുപ്പയിലാക്കിയിട്ട് വീട്ടിലാക്കിയിട്ട് ആദർശേട്ടന് വീണ്ടും ഇങ്ങോട്ട് വരില്ലേ വേണ്ടു. അപ്പോൾ നമ്മൾ 2 പേരും കൂടിയിട്ട് വേഗം അമ്മയ്ക്ക് ബസ് കിട്ടുന്നേക്കാൾ മുന്നേ നമ്മൾ വേഗം നമ്മൾ പോവാട്ടോ. അതിന് മുന്നേ നമുക്ക് നമ്മുടെ കേക്ക് എടുക്കണം. കേക്ക് നമ്മൾ ഐസ്ക്രീം അങ്ങനെ എന്തോ സംഭവമായിരുന്നു. അപ്പോൾ അവർ ഫ്രിഡ്ജിൽ വെച്ചോളാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാം സെറ്റാക്കിയിട്ട് ഞങ്ങളങ്ങനെ വീട്ടിലെത്തിയിട്ടാവും. സാധനങ്ങളൊക്കെ ഉള്ള കാരണം എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഈ 2 കവറും എൻ്റെ കയ്യിലുണ്ടായിരുന്നു. കാരണം അമ്മ ഇവിടെ കുറ്റിക്കാട്ടൂരിൽ നിന്ന് ബസ് കയറിയിട്ട് കുറ്റിക്കാട്ടൂരില്ല പൂവാട്ടൂർമെന്ന് ബസ് കയറിയിട്ട് ഇങ്ങോട്ട് വരും. അപ്പോൾ ആദർശേട്ടൻ കൂട്ടാൻ പോയേക്കാട്ടോ. അപ്പം എന്നെ കൊണ്ട് ഇവിടെ ഇറക്കിയുമ്പോഴേക്കും ഞങ്ങൾ ബൈക്കിൽ നിന്ന് ഇങ്ങോട്ട് പോന്നു. ഞങ്ങളിവിടെ ഇറങ്ങുമ്പോഴേക്കും ഇത് അമ്മ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ആദർശേട്ടൻ നേരെ അമ്മേനെ കൂട്ടാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട്. നമുക്കൊരു സിനിമയ്ക്ക് പോകണം എന്നൊക്കെ ചെറിയ പ്ലാനിങ് ഉണ്ട്. അപ്പോൾ എന്തായാലും അവർ വന്നിട്ട് നമുക്ക് കാണാം. കാരണം എൻ്റെ ഫോണിൽ ഒരൊറ്റ പൊടി ചാർജ് ഇല്ല. അപ്പോൾ ഞാൻ വേഗം ചാർജിൽ ഇട്ടേക്കാണ്. അപ്പോൾ അമ്മയൊക്കെ വന്നിട്ട് നമുക്കൊരു ചെറിയ കേക്ക് കട്ടിങ് ഒക്കെ ഉള്ളൂ കേട്ടോ. ചേച്ചിക്ക്
വാ കേറിട്ട് വാ. ഒരു 2 മിനിറ്റ് വാ. എങ്ങോട്ട് വായോ വന്നിട്ട് വാ. ചോറൊന്നുമില്ല ഒരു കഷ്ണം കേക്ക് ഇന്ന് പോവാന്നാ പറഞ്ഞതോ. ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് സ്മിതി ചേച്ചി അവിടെ ഉണ്ട്. അവർക്ക് ഭയങ്കര ചടപ്പാട്. പിന്നെ ഞാൻ അധികം വീഡിയോ എടുക്കാൻ നിന്നില്ല. എന്നാലും ചെറുതായിട്ടൊക്കെ ഒരു കയറി വരുന്നുള്ളൂ. സ്മിതി ചേച്ചിയും നിഷ ചേച്ചിയും അതുപോലെ തന്നെ പൊടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ കേക്ക്. നല്ല അടിപൊളിയായിട്ട് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. നല്ല സെറ്റായിട്ട് അവർ ചെയ്തു തന്നു കേട്ടോ. അപ്പോൾ പൊടിയാണെങ്കിൽ വീഡിയോ എടുത്തായിരുന്നു. പക്ഷേ കറക്റ്റ് സമയത്ത് എൻ്റെ സ്റ്റോറേജ് ഫുള്ളാവും കഴിച്ചത്. കാരണം നമുക്ക് ഫുള്ള് വീഡിയോ ഒന്നും ഞാൻ റീല് പോസ്റ്റ് ചെയ്യാനും ഷോർട്സിനൊക്കെ എടുക്കണമെന്ന് വിചാരിച്ചായിരുന്നു. പക്ഷേ എൻ്റെ സ്റ്റോറേജിൻ്റെ സീൻ വന്നുകൊണ്ട് എനിക്കതുകൊണ്ട് എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ ഞാൻ വേഗം ഇവർ വരുമ്പോൾ ആദർശേട്ടൻ്റെ വീട്ടിലേക്ക് ആക്കി തന്നപ്പോൾ തന്നെ ഞാൻ വേഗം പോയി ഡ്രസ്സൊക്കെ മാറി കേട്ടോ. അപ്പോൾ ആദർശേട്ടനും ആ ടീഷർട്ടും കൂടി എടുത്തിട്ട് അങ്ങനെ നമ്മൾ കേക്ക് മുറിക്കുക. അപ്പോൾ ഇതായിട്ട് നിഷേച്ചി. അപ്പോൾ എല്ലാവരും നമ്മുടെ ആമിയെ ഇങ്ങനെ കളിപ്പിക്കുക. സ്മിതേച്ചിനെ എപ്പോൾ കണ്ടാലും ആമി ഇങ്ങനെ ഓടി ഇങ്ങനെ സ്മിതേച്ചിയുടെ കാലുമ്പോൾ കയറി ഇങ്ങനെ ഇതാക്കും കേട്ടോ. അങ്ങനെ നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞു കേട്ടോ. പിന്നെ ഇത് അമ്മ പ്രാക്ടീസിന് പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ നമ്മളെന്തായാലും ഇത്ര കേക്ക് കഴിക്കില്ലല്ലോ. അപ്പോൾ ബാക്കി അവിടെ കുറേ ചേച്ചിമാരുണ്ട് കേട്ടോ, നമുക്ക് അമ്മയുടെ ഫ്രണ്ട്സ്. അപ്പോൾ അവർക്കും കൂടി കേക്ക് കൊടുത്തയക്കാന്ന് വിചാരിച്ചു. അപ്പോൾ അമ്മയും ആദർശേട്ടനും കൂടിയിട്ട് എല്ലാം പാക്ക് ചെയ്ത് സെറ്റ് ആക്കാണ് കേട്ടോ. നമുക്ക് ദൃശ്യേച്ചർ വീട്ടിക്കും പിന്നെ ഇവർക്കും മാത്രമേ കേട്ടോ കൊടുക്കണുള്ളൂ. അപ്പോൾ പ്രതീക്ഷിക്കാതെ നമുക്ക് കുറച്ച് ഗസ്റ്റല്ല അമ്മയുടെ ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. സ്മിതി ചേച്ചിയും നിഷേച്ചിയും പൊടിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേക്ക് കട്ട് ചെയ്യണ കറക്റ്റ് സമയത്തേക്ക്. അപ്പോൾ കുറച്ചും കൂടി ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ ഭയങ്കര സന്തോഷം. അല്ലെങ്കിൽ ഞാനും ആദർശേട്ടനും മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ എന്തായാലും ഇനി ഫുഡ് കഴിച്ചിട്ട് സിനിമയ്ക്ക് പോവാണ്. അതിന് മുന്നേ ദൃശ്യേച്ചിയുടെ വീട്ടിലേക്ക് പോകണം. കേക്ക് കൊണ്ടുകൊടുക്കണം. അതിൻ്റെ അടുത്തൊക്കെയാണ് ഞങ്ങൾ സിനിമ കാണാൻ പോണേ. അപ്പോൾ അവിടെ കുഞ്ഞുങ്ങൾക്ക് കേക്കൊക്കെ ഏൽപ്പിച്ചിട്ടാണ് നമുക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങൾ വേഗം ഫുഡ് കഴിക്കട്ടെ കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ വാങ്ങിച്ചിട്ട് നമുക്ക് മന്തി, പണ്ടൊക്കെ മന്തി കഴിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇപ്പോൾ ആർക്കും ഫുഡ് വേണ്ട. എനിക്ക് വേണ്ട, അമ്മയ്ക്ക് വേണ്ട, ആദർശേട്ടന് വേണ്ട. അപ്പോൾ രാത്രി ആകുമ്പോൾ നമ്മൾ മിക്കതും കഞ്ഞിയായിട്ട് കുടിക്കാറ്. ഒന്ന് നമ്മൾക്കൊന്നും അധികം ഒരു ഇത് തോന്നാത്ത നമ്മൾ ഒരു അൽഫാമും കുബൂസും മാത്രമേ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ആദർശേട്ടനോ അതെല്ലാം വാങ്ങിച്ചോട്ടെ. പിന്നെ ഒരു പൊറോട്ടയും വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ എന്തായാലും വേഗം ഫുഡ് കഴിച്ചിട്ട് പോകാൻ നോക്കട്ടെ കേട്ടോ. അപ്പോൾ ഞങ്ങൾ പോവാട്ടോ, സിനിമയ്ക്ക് പോവാണ്. അപ്പോൾ ഇത് ദൃശ്യം അങ്ങോട്ട് കൊടുക്കണം. നന്നായി നേരം മെഴുകിയിട്ടുണ്ട്. 9 മണിയാകുമ്പോൾ സിനിമ തുടങ്ങും. 8:15 ഇവിടുന്ന് ഏതാണ്ട് ഒരു 3/4 മണിക്കൂർ അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ നേരം ഉണ്ട് അവിടേക്ക്. വേഗം പോവാട്ടെ കേട്ടോ. അമ്മ പ്രാക്ടീസിന് പോയി. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. എടുത്തോ വണ്ടി എടുത്തോ. ഗേച്ചടക്കണോ? എന്റെ മുടിയൊക്കെ ഒന്ന് റെഡിയാക്കട്ടെ. തുമ്പമ്മേ ശരിക്കും തിരിക്കാനൊന്നും പറ്റില്ല. എന്താ പറ്റിയേ? പറയല്ലേ, എനിക്ക് എന്താ പറ്റിയ? ഉളിക്കൊക്കെ തുമ്പിയെ കാണാൻ പോലെ അമ്മയുടെ പോയി ആണ് തുമ്പി കണ്ടു. തുമ്പി വാ എടാ, അവന് ചെവി വേദന, ഓക്ക് ജലദോഷം. ഞാൻ പിന്നെ എന്താ പറയാ ഇന്നത്തോട് കൂടിയിട്ടില്ല. എന്റെ കയ്യിലുള്ള പണ്ടെല്ലാം പൊട്ടി. ഇന്നത്തോട് കൂടി അല്ലടാ കൂടെ മാമ വരുന്നുണ്ട് ഒരു ദിവസം. അതെ പോയാലേ ട്രൈ വിളിക്കാം. സൈലൻസറിന് ചൂടുണ്ടോ നോക്കണോ? അമ്മേ
ഞങ്ങളവിടെ നിന്ന് വേഗം പോന്നു കേട്ടോ. കാരണം നമ്മൾ ഓൾറെഡി നേരം വൈകിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നേ. പക്ഷേ ദൃശ്യേച്ചിയുടെ വീട്ടിൽ ഇറങ്ങി കഴിഞ്ഞു വെച്ചാൽ പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുമ്പോഴേക്കും നന്നായി ലൈറ്റ് ആവും. അത് കാരണം ബൈക്കിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ ചേച്ചിനെ ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചേച്ചി ഗേറ്റിൻ്റെ അവിടേക്ക് വേഗം വരുമെന്ന്. അപ്പോൾ അങ്ങനെ ചേച്ചി ഉണ്ണിയോളനെയും കൂട്ടിയിട്ട് വന്നു കേട്ടോ. ദൃശ്യേച്ചി ഉണ്ണികളൊക്കെ നമ്മുടെ വീട്ടിലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ദൃശ്യേച്ചിക്ക് ഷൂട്ടുള്ള കാരണം നമ്മൾ തലേന്നാണ് അങ്ങോട്ട് ആക്കി കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ ഓൾറെഡി ലേറ്റ് ആയ കാരണം നമ്മൾ അവിടെ നിന്ന് വേഗം പോന്നു കേട്ടോ. പിന്നെ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തു. പിന്നെ സിനിമയ്ക്ക് കയറാൻ നിൽക്കാം കേട്ടോ. പ്രത്യേകിച്ച് നമുക്ക് ജ്യൂസ് ഒന്നും വേണ്ടാക്കി ഓൾറെഡി ഇപ്പോൾ തണുപ്പ് തീരെ പറ്റുന്നില്ല. പിന്നെ ഞാനൊരു മുന്തിരിയുടെ ജ്യൂസ് ഞാൻ എപ്പോൾ തിയേറ്ററിൽ പോയാലും ഞാൻ വാങ്ങിക്കാറുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ്. തിയേറ്ററിൻ്റെ ഉള്ളിലേക്ക് കയറിയപ്പോഴേക്കും പിന്നെ എനിക്ക് ജ്യൂസും വേണ്ട ഒന്നും വേണ്ടെന്നായിട്ടോ. കാരണം അധികം തിരക്കൊന്നുമില്ല കേട്ടോ. നമ്മൾ അഭിലാഷിലാണ് പോയിട്ടുണ്ടായിരുന്നത്. ഇവിടെ എനിക്ക് ആകെ ഒരു നെഗറ്റിവിറ്റി തോന്നുന്നത് എന്താണെന്നറിയോ, സിനിമ തുടങ്ങിയപ്പോഴേക്കും തണവ് എന്താ പറയുക, നമുക്ക് തണുത്ത് കോച്ച് പിടിക്കുക. പിന്നെ എനിക്ക് ജ്യൂസ് കുടിച്ചില്ലെങ്കിൽ ആദർശാട്ടൻ്റെ ചെമ്മിൽമൊക്കെ ആയിട്ട് ഞാൻ എനിക്ക് വേണമെന്ന് പറഞ്ഞിട്ട് വാങ്ങിച്ചതായിരുന്നു. അങ്ങനെ ഞാനത് വേഗം കുടിച്ചു കേട്ടോ. പക്ഷേ എന്താ പറയുക, തണുത്ത് നമ്മൾക്ക് ആകെ സൈഡായിട്ടുണ്ടായിരുന്നു. അങ്ങനെ സിനിമയൊക്കെ തുടങ്ങി കണ്ടോ, കുറച്ച് കഴിയുമ്പോഴേക്കും എനിക്ക് തീരെ സഹിക്കാൻ പറ്റാതെ ഞാൻ നോക്കുമ്പോൾ എൻ്റെ ഒരു ചേച്ചി ഇങ്ങനെ എന്നെ നോക്കണം കേട്ടോ. എല്ലാവരും ഇങ്ങനെ തണുത്ത് വരച്ചിരിക്കുക കേട്ടോ. പിന്നെ ഇൻ്റർവെല്ലായപ്പോൾ ഞാൻ വേഗം ഓടി പുറത്തേക്ക് ഇറങ്ങി. അതിൻ്റെ ഉള്ളിൽ ഇരിക്കാനേ പറ്റിയിരുന്നില്ല. സിനിമ എൻജോയ് ചെയ്യാൻ പറ്റണില്ല. തണുത്തിട്ട് നമുക്ക് തീരെ എനിക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ എൻ്റെ കാലൊക്കെ മുകളിൽ കയറ്റിച്ചു. അവിടെ ഒരു ചേച്ചി ഇരിക്കുന്നുണ്ടായിരുന്നു. ആ ചേച്ചിൻ്റെ അടുത്ത് പറയാം കേട്ടോ, തണവ് കാരണം സിനിമയിൽ ശ്രദ്ധിക്കാനേ പറ്റുന്നില്ല. അത് കാരണം നമ്മളെപ്പോഴും നമ്മുടെ കൈയൊക്കെ ഇങ്ങനെ ചൂടാക്കിയിരിക്കട്ടോ. പിന്നെ സിനിമ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴേക്കും ഭയങ്കര സ്വർഗം കിട്ടിയ പോലെയായിരുന്നു. പിന്നെ നമ്മൾ നേരെ വീട്ടിലെത്തിയിട്ടാണ്. സിനിമയ്ക്ക് പോയിട്ടപ്പോൾ വീട്ടിലൊക്കെ എത്തിയിട്ടാണ്. അപ്പോൾ എന്തായാലും കുളിക്കണം, മേലെഴുകണം. മേലെഴുകാതെ ഞാൻ ചൂടുവെള്ളം കെറ്റിൽ വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതായിട്ട് വേണം മേല് കഴുകാൻ. സിനിമ എങ്ങനെയുണ്ട് ചോദിച്ചാൽ ഞാൻ ആദ്യമായിട്ടാണ് എനിക്ക് ഇങ്ങനത്തെ സിനിമ കണ്ട ഒരു എക്സ്പീരിയൻസ്. ഞാൻ സത്യം പറഞ്ഞാൽ സിനിമ കണ്ടില്ല ഗൈസ്. അത് തിയേറ്ററിലേക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നിട്ടുള്ളൊരു കാര്യമാണ്. ഒടുക്കത്തെ തണവ്, നമ്മൾ വന്ന് കയറുമ്പോഴേക്കും നമുക്കിങ്ങനെ കോച്ചി പിടിക്കണ തണവ്. ഞാൻ വിചാരിച്ചു അത് എനിക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന്. ഞാൻ എന്നിട്ടേക്ക് തീരെ സഹിക്കാൻ പറ്റുന്നില്ല. ഞാൻ ഇപ്പോൾ ചുറ്റോറ് നോക്കുമ്പോൾ ഒരു ചേച്ചി എൻ്റെ അടുത്ത് ഇങ്ങോട്ട് ചോദിക്കുന്നു, തണുക്കുണ്ടോ, തീരെ സഹിക്കാൻ പറ്റുന്നില്ല അങ്ങനെയൊക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് നന്നായി തണുക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട്. പിന്നെ എന്താ പറയുക, തീരെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത തണവായിരുന്നു. അത് കാരണം സിനിമ എനിക്ക് ശരിക്കും എൻജോയ് ചെയ്ത് കാണാൻ പറ്റിയില്ല. പിന്നെ ഇൻ്റർവെല്ലൊക്കെ കഴിഞ്ഞ് ലാസ്റ്റ് ഭാഗത്തേക്ക് ആയപ്പോഴാണ് ഒരു AC കുറച്ചൊക്കെ ഒന്ന് കുറച്ചേ തോന്നുന്നു. അപ്പോൾ പിന്നെ കുറച്ച് ലാസ്റ്റ് ക്ലൈമാക്സ് ഒക്കെ കണ്ടു. അതിൻ്റെ ഇടയിൽ ഞാൻ കുറച്ച് നേരം കിടന്ന് ഉറങ്ങി. തണുത്തിട്ട് എന്താ പറയുക, ഒരുമാതിരി ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഉറങ്ങുന്നത് തിയേറ്ററിൽ പോയിട്ട്.